വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പ്രൗഢി. പരിണയ ബ്രൈഡൽ കളക്ഷൻസ്, സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ തിരുവാഴിയുടെ അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണം മൂലം അപകടം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച അപകടമുണ്ടായി. ഒരേ ദിശയിൽ നിന്നും വന്ന സ്കൂട്ടർ പാലക്കാട് ഭാഗത്തേക്കും കാർ മണ്ണാർക്കാട് ഭാഗത്തേക്കും പോവുകയായിരുന്നു. ചെർപ്പളശ്ശേരി, മണ്ണാർക്കാട്, പാലക്കാട്, ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന കവലയാണ് തിരുവാഴിയോട്. ഇരുചക്ര വാഹന യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും വലിയ ലോറികളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നു പോകുന്ന സ്ഥലമാണിത്. മുണ്ടൂർ തൂത റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ജംഗ്ഷനിൽ സ്ഥാപിച്ച റൗണ്ടുകളാണ് ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതെന്ന് ഡ്രൈവർമാരും നാട്ടുകാരും പറയുന്നു. തിരുവാഴിയോട് സെൻട്രലിൽ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനമാണ്. റോഡ് നന്നായി എന്നാണ് MLA മാർ പറയുന്നത്. റോഡ് നന്നായി എന്ന MLA മാരുടെ വാദമുഖം അംഗീകരിക്കുന്നു. പക്ഷേ തിരുവാഴിയോട് സെൻട്രലിൽ കൃത്യമായ ഒരു ട്രാഫിക് സംവിധാനം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. എന്താണ് മണ്ണാർക്കാട് ചെർപ്പശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴും പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴും ചെർപ്പശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ സിഗ്നൽ ബോർഡുകളില്ല. പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾക്ക് മണ്ണാർക്കാട് റോഡിലേക്ക് തിരിയണമെങ്കിൽ സിഗ്നൽ ബോർഡുകളില്ല. മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് ചെർപ്പശ്ശേരി, ഒറ്റപ്പാലം, പാലക്കാട് ഭാഗത്തേക്ക് വണ്ടികൾ തിരിയണമെങ്കിൽ സിഗ്നൽ ബോർഡ് മണ്ണാർക്കാട് റോഡിലില്ല. അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം വിവിധ ഡിവൈഡറുകൾ നിറയെ കൊണ്ടുവന്ന് വെച്ച് റോട്ടിൽ മതിലുപോലെ പണിത് വെച്ച് യാതൊരുവിധ മുൻ ധാരണയുമില്ലാതെയാണ് ഈ സിഗ്നൽ സംവിധാനം തിരുവാഴിയൂർ സെൻറ്ററിൽ. ഇന്നലെ രാത്രി ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേയും പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രാഫിക് പോലീസും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും വന്ന് ഈ സ്ഥലം പരിശോധിച്ചതാണ്. പരിശോധിച്ചിട്ട് അവർക്കൊരു കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ റോഡ് പണിക്കാർക്ക്. ആകെ തിരുവാഴിയൂർ സെൻറ്ററിൽ വേണ്ടത് പഴയ മാതിരി ഒരൊറ്റ റൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഒരുപാട് മതിലുകൾ പണിത് വെച്ച ഒരു ട്രാഫിക് സംവിധാനമാണ് തിരുവാഴിയൂർ സെൻട്രലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ സീബ്ര ലൈനുകളില്ല. ഈ പാലക്കാട്ടിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ജനങ്ങൾക്ക് മണ്ണാർക്കാട് ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ സീബ്ര ലൈനില്ല. ഒരു കാരണവശാലും സീബ്ര ലൈനില്ല. ചെർപ്പശ്ശേരിയിൽ നിന്ന് മിൽമ ബൂത്തിൻ്റെ മുന്നിൽ, തിരുവാഴിയൂർ സെൻട്രലിലെ മിൽമ ബൂത്തിൻ്റെ മുന്നിൽ വന്നിറങ്ങി ഈ പുറത്തേക്ക് കടക്കണമെങ്കിൽ സീബ്ര ലൈനില്ല. സീബ്ര ലൈൻ ഇല്ലാത്തൊരു റോഡ്, അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം. ചെർപ്പശ്ശേരി ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് റൗണ്ടുകളുടെ ഏത് ഭാഗത്തു കൂടെ തിരിക്കണമെന്ന് ആശയക്കുഴപ്പം വന്ന് വേഗത കുറച്ചാൽ പുറകിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനമുണ്ടെങ്കിൽ അവിടെ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉറപ്പാണ്. ഈ ആശയക്കുഴപ്പമാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബസ്സുകൾ തിരിയാനുള്ള സ്ഥലം റൗണ്ടുകൾക്കിടയിൽ ഇല്ലെന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട്. മധ്യഭാഗത്തെ റൗണ്ടുകളുടെ മുകളിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറുന്നതും ഇവിടെ പതിവാണ്. ചെർപ്പളശ്ശേരി റോഡിലെ പഴയ പോലീസ് സ്റ്റേഷനിൽ നിന്നിരുന്ന കെട്ടിടത്തിന് മുൻവശം മുതൽ മണ്ണാർക്കാട്, പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി തിരിച്ചുവിടാനുള്ള ഡിവൈഡറുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ പതിവാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂ എന്നാണ് അഭിപ്രായം ഉയരുന്നത്. സീബ്ര ലൈനുകൾ വരയാത്തത് കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ബസ് കയറാൻ ആളുകൾ വേഗത്തിൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ തലനാരിഴയ്ക്കാണ് അപകടം വഴിമാറിപ്പോകുന്നത്. നിലവിൽ 3 റൗണ്ടുകളാണ് തിരുവാഴിയോടുള്ളത്. ഇത് ആശയക്കുഴപ്പം കൂട്ടുകയാണ് ചെയ്തതെന്നും ഗതാഗത മുന്നറിയിപ്പ് ബോർഡുകൾ ഉടൻ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്.